വയനാട് ദുരന്തത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ തുടങ്ങിയ സാലറി ചലഞ്ചിനോട് സഹകരിക്കാതെ ജീവനക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാത്ത സർക്കാർ ജീവനക്കാരുടെ കൃത്യമായ കണക്ക് നൽകാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം. സമ്മതപത്രം നൽകിയ ശേഷവും പണം നൽകാത്തവരുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ജനം ബ്രേക്കിംഗ്. ഓരോ വർഷവും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ ജീവനക്കാർക്കായി സാലറി ചലഞ്ച് നടത്താറുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്നാണ് നിർദ്ദേശിക്കുക. നൽകിയില്ലെങ്കിൽ പിന്നീട് പ്രതികാര നടപടികൾ നേരിടേണ്ടി വരും. ഇതിനാൽ തന്നെ പണം നൽകാമെന്ന് ജീവനക്കാർ സമ്മതിക്കും. പക്ഷേ പിന്നീട് ഇത് നൽകാറില്ല. CPM അനുകൂല സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ പോലും ഇതിനോട് മുഖം തിരിക്കാറാണ് പതിവ്. വയനാടിനായുള്ള ഇത്തവണത്തെ സാലറി ചലഞ്ചിൽ സർക്കാർ പ്രതീക്ഷിച്ച 500 കോടിയുടെ പകുതി പോലും ലഭിച്ചില്ല. ഇതോടെയാണ് കണക്കെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പണം വാഗ്ദാനം ചെയ്ത ശേഷവും നൽകാത്തവരുടെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. 20,000-ന് മുകളിൽ ജീവനക്കാർ സമ്മതപത്രം നൽകിയിട്ടും പണം നൽകിയിട്ടില്ലെന്നാണ് സർക്കാരിന്റെ കണക്ക്. ഇവരിൽ നിന്ന് നേരിട്ട് പണം ഈടാക്കാൻ ധനവകുപ്പ് നീക്കം നടത്തിയെങ്കിലും നിയമപ്രശ്നങ്ങളുള്ളതിനാൽ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ മറ്റ് കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഈ രീതിയിൽ 300 കോടിയെങ്കിലും കണ്ടെത്താനാകുമോ എന്നാണ് സർക്കാർ നോക്കുന്നത്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.